ഹലോ. അപ്പം ഇന്നത്തെ വിശേഷം നമ്മുടെ ജഹറിഷിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പെട്ടെന്ന് അവർ രാത്രി വന്ന് പറഞ്ഞതാണ് ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, കട്ട് ചെയ്യാൻ വായോന്ന്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇപ്പോൾ വിളിച്ചപ്പോൾ നമ്മൾ ഗിഫ്റ്റൊന്നും വാങ്ങിയിട്ടുമില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ. അപ്പോൾ ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ടായിരുന്നു, പുതിയതാണ്, ഫ്രഷ് സാധനം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അതൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി പൊതിഞ്ഞ് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പം ഞാനും ഹസ്സും കൂടി പോവുകയാണ്. കുട്ടികളൊക്കെ കേക്ക് എന്ന് പറഞ്ഞ പാടന്നെ ഓടി. അപ്പം ഞങ്ങൾ കുറച്ച് ലൈറ്റായി, ഇതൊക്കെ ഒന്ന് ഒപ്പിക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്തു, ഞങ്ങൾ പോയി. ആരും അറിയില്ല കേട്ടോ നമ്മൾ ഗിഫ്റ്റൊന്നും കൊടുക്കണത്. അങ്ങനെ അതൊക്കെ ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ച് വെല്ലനെ അവിടേക്ക് പോയി. അപ്പോൾ അവിടെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഷിഫാദൊരു കേക്ക് വാങ്ങി, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കട്ട് ചെയ്യാം എന്ന് മാത്രം. അങ്ങനെ ഇവർ രണ്ടുപേരും ഇക്കാക്കി എൻ്റെ ഹസ്സൊക്കെ ഒന്നിച്ചിപ്പം ഗൾഫിൽ നിന്ന് വന്നതുകൊണ്ട് ഒരു ഹരയും കൂടിയാണല്ലോ ഇങ്ങനെയൊക്കെ. അപ്പം എല്ലാവർക്കും ഒന്ന് ചെറുതായിട്ട് സന്തോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും പോയി. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും വേഗം ആൾ ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഗിഫ്റ്റ് കൊടുത്തു. എല്ലാവർക്കും കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കൊടുത്ത് സന്തോഷം പങ്കുവെക്കുകയാണ്. കുട്ടികളൊക്കെ നല്ല ഹാപ്പിയാണ് ബർത്ത്ഡേ ആയിട്ട്. അപ്പം ജഹറിഷ് ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. അവൻ തന്നെ ഞെട്ടിപ്പോയിക്കണ്. ഓരോരുത്തർ ഗിഫ്റ്റും കേക്കൊക്കെ വാങ്ങിയപ്പം ആൾ വിചാരിച്ച് ബർത്ത്ഡേ ആയി എല്ലാവരും സ്റ്റാറ്റസ് വെച്ചിരുന്നു, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് തന്നെ ആളും വിചാരിച്ചത്. അപ്പോൾ രാത്രി പെട്ടെന്ന് 10 മണിയായപ്പോഴാണ് ഇതൊക്കെ റെഡിയാക്കിയത്. അപ്പം എന്തായാലും നല്ല സന്തോഷമായിട്ട് ഞങ്ങൾ ചെറിയൊരു കേക്കൊക്കെ കട്ട്. പിന്നെ അടുത്തതായിട്ട് എല്ലാവരും കൊടുത്ത ഗിഫ്റ്റൊക്കെ ഒന്ന് പൊളിച്ച് നോക്കുകയാണ്. അപ്പം ആദ്യം തന്നെ നമ്മളെ ഗിഫ്റ്റാണ് പൊളിക്കാൻ പോകുന്നത്. അപ്പം ജഹറീഷ് വിചാരിക്കാത്തൊരു ഗിഫ്റ്റാണിത് കേട്ടോ. അപ്പം ആൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം കൂടിയാണ്. എപ്പോഴും ഇങ്ങനെ പറയാറൊക്കെ ഉണ്ട് ഇതിനെപ്പറ്റി. അപ്പം ആൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഹാപ്പി കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അടുത്തതായി ജഹറിഷിൻ്റെ ഉപ്പാൻ്റെ ഗിഫ്റ്റാണ്. അപ്പോൾ ഉപ്പ കൊടുക്കുന്ന ഗിഫ്റ്റ് നമുക്കൊന്ന് കാണാം. അടുത്തതായിട്ട് നമ്മുടെ ഷിഫാദിൻ്റെ ഗിഫ്റ്റാണ്. അപ്പോൾ ഷിഫാദാണ് ഈ ബർത്ത്ഡേ തന്നെ ഉണ്ടാക്കിയ ആൾ. അപ്പം കേക്കൊക്കെ കൊടുക്കുന്നതാണ് തന്നെ. അപ്പോൾ ആളെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. അപ്പം ഗിഫ്റ്റ് ഒന്ന് പൊളിച്ച് നോക്കാം. എന്താണെന്നറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. അപ്പം ഒരു ടീഷർട്ടാണ്. അപ്പം എന്തായാലും ആൾ നല്ല ഹാപ്പിയായി. ആൾക്ക് ടീഷർട്ടും ടാബും ഹെഡ്സെറ്റും എയർഫോണും എല്ലാം കിട്ടി. അപ്പം എന്തായാലും ആൾ ഹാപ്പിയാണ്.
ആൾ വിചാരിക്കാത്തൊരു ബർത്ത്ഡേ ആയിപ്പോയി ഇത്. അപ്പം എന്തായാലും നമ്മൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ.